നമസ്കാരം. എല്ലാവർക്കും നാദശ്രീ ചാനലിലേക്ക് സ്വാഗതം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തണമെന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. പ്രിയരെ, നാരായണ കവചം മന്ത്രം നമുക്ക് എല്ലാ പ്രതിസന്ധികളിലും വിഷമഘട്ടങ്ങളിലും രക്ഷ നൽകുന്നതായ ഒരു മന്ത്രമാണ്. നമ്മൾ അപകടത്തിലാവുമ്പോഴും നമുക്ക് വേണ്ടപ്പെട്ടവർ എവിടെയെങ്കിലുമൊക്കെ യാത്രയിൽ വിഷമഘട്ടങ്ങൾ നേരിടാൻ സാധ്യതയുണ്ടെങ്കിലും എന്ന് വേണ്ട എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടക്കാൻ സഹായിക്കുന്ന ഒരു മന്ത്രമാണ് നാരായണ കവചം. വിസ്തരിച്ചിട്ടുള്ള അർത്ഥം മറ്റൊരു ഭാഗത്തിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഇത് ചെല്ലേണ്ട ഒരു വിധം മാത്രമാണ് പറയുന്നത്. പണ്ട് ദേവേന്ദ്രൻ വളരെ വലിയൊരു പ്രതിസന്ധിയിൽ പെട്ടു. കഥ പറയുകയാണെങ്കിൽ കുറേ പറയേണ്ടതെന്ന് ഇവിടെ പറയുന്നില്ല. പ്രതിസന്ധി പെട്ടു എന്ന് മനസ്സിലാക്കുക. ഗുരു മറഞ്ഞ് ഗുരുശാപം കൊണ്ട് നട്ടം തിരിയുന്ന ഒരവസ്ഥയുണ്ടായി. ആ സമയത്ത് താൽക്കാലികമായി നിയമിച്ച ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു, ടെമ്പററി അപ്പോയിൻമെൻറ്റ്. യഥാർത്ഥ ഗുരു ബൃഹസ്പതി മറിഞ്ഞപ്പോൾ വിശ്വരൂപൻ എന്ന താൽക്കാലിക ഗുരു ഇന്ദ്രന് ഉപദേശിച്ചതാണ് നാരായണ കവച മന്ത്രം. ഇന്ദ്ര വിഷമിക്കൊന്നും വേണ്ട, ഈ മന്ത്രം ജപിച്ച് അങ്ങേക്ക് നഷ്ടപ്പെട്ട ആ ഐശ്വര്യവും നന്മയുമെല്ലാം തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ട്. ഇത് ശ്രീമദ് ഭാഗവതം 6-ാമത്തെ സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകം മുതലാണ് തുടങ്ങുന്നത്. ഒന്നും കൂടി പറയാം. 6-ാമത്തെ സ്കന്ധം 8-ാമത്തെ അധ്യായം അതിൽ 10-ാമത്തെ ശ്ലോകം മുതലാണ് കവചമന്ത്രം തുടങ്ങുന്നത്. മറ്റൊക്കെ അതിൻ്റെ പ്രാരംഭ വർണ്ണനകളാണ്. അപ്പം അതിനു മുമ്പായിട്ട് കാർമ്മികമായിട്ട് ചെയ്യുകയാണെങ്കിൽ അംഗന്യാസം, കരന്യാസം മുതലായിട്ടതൊക്കെ ചെയ്യണം. അങ്ങനെ പൂജിക്കുമ്പോൾ ഇങ്ങനെ കൊട്ടണതും ഇങ്ങനെ തൊടണതും ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതിനാണ് അംഗന്യാസം, കരന്യാസം മുതലായിട്ടതൊക്കെ പറയാം. അതൊക്കെ ചെയ്തിട്ട് വേണം കാലും മുഖമൊക്കെ വല്ലപോലെ കഴുകി ശുദ്ധമായി വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഈ മന്ത്രം ചെല്ലണം. താഴെ പറയാൻ പോകുന്നതായിട്ടുള്ള മന്ത്രം ചെല്ലണം. അത് ആദ്യം ചെല്ലേണ്ടത് ഓം നമോ ഭഗവതേ വാസുദേവായ 12 അക്ഷരം, ഓം നമോ നാരായണായ 8 അക്ഷരം, ഓം വിഷ്ണവേ നമ എന്ന് 5 അക്ഷരം. അപ്പം ഇത് ആദ്യം ചെല്ലണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ചെല്ലാവുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവരും പറയണം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, ഓം വിഷ്ണവേ നമ. ഇനി നമുക്ക് ഒപ്പം ചെല്ലാം. പുസ്തകം നോക്കുക, 10-ാമത്തെ ശ്ലോകം മുതൽ ഒപ്പം ചെല്ലാം. ഓം ഹരിർവിദധ്യാൻ മമ സർവരക്ഷാം നെത്താംഗ്രി പത്മപദകേന്ദ്രപൃഷ്ടേ ധരാരിചർമാസികദേശു ചാപ പാശാന്തദാനോട്ടഗുണോട്ടബാഹു. മന്ത്രത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിവിധ സാഹചര്യങ്ങളിൽ വിവിധ രൂപത്തിലും ഭാവത്തിലും ഉള്ള ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു പോകുന്ന മന്ത്രമാണത്. വിവിധ രൂപത്തിലുള്ള ഭഗവാൻ എന്ന് പറഞ്ഞാൽ നരസിംഹമൂർത്തി, വരാഹമൂർത്തി, ഇങ്ങനെ വിവിധ രൂപത്തിൽ ഓരോരോ ഘട്ടത്തിൽ ഓരോ രൂപത്തിലുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. ഓം ജലേഷു മാം രക്ഷതു മത്സ്യമൂർത്തിരേ യാദോ ഗണേഭ്യോ വരുണസ്യ പാശാത് സ്ഥലേഷു മായാവടുവാമനോഭ്യാത് ത്രിവിക്രമഖ്യേവതു വിശ്വരൂപ ദുർഗേഷഡവ്യാജിമുഖാദിഷു പ്രഭു പായാനൃസിംഹോസുരയൂഥപാരി വിമുഞ്ജതോ യസ്യ മഹാട്ടകാസം ദിശോ വിനേതുർനഭദം ത്യഗർഭാ രക്ഷത്വസൗമാത്വനിയജ്ഞകൽപ്പസ്തുസംക്ഷയോന്നീരധരോവരാഹ രാമുത്രികൂടേഷ്ടത വിപ്രവാസേ സലക്ഷ്മണോ വ്യാത് ഭരതാഗ്രജോസ്മാൻ
മാമുഗ്രധർമാദകില പ്രമാദാത് നാരായണപ്പാതു നരശ്ചഹാസാത് ദത്തസ്ത്വയോഗാദഥ യോഗനാഥ പായാത് ഗുണേശ കപില കർമ്മബന്ധാത് സനത്കുമാരോവതു കാമദേവാധയശേഷ മാം പഥിദേവദേഹേളനാൻ ദേവർഷിവർയ പുരുഷാർച്ചനന്ദരാൻ കുർമോകരിൻ മാം നിരയാധശേഷാൻ ധന്വന്തരിർ ഭഗവാൻ വാത്വപത്യാത് ദ്വന്ദ്വാത്ഭയാർത്തിഷഭോ നിശ്ചിതാത്മാം യജ്ഞശ്ചലോകാദപദാഞ്ജനാന്താൻ ബലോഗണാക്രോധവശാദഹീന്ദ്ര ദൈവായനോ ഭഗവാന പ്രബോധാത് ബുദ്ധത്വ പാഖണ്ഡഗണപ്രമാദാൻ കൽക്കിക്കലേ കാലമലപ്രഭാതു ധർമാവനായോരു കൃതാവതാര മാം കേശവോ ഗതയാ പ്രാതരവ്യാത് ഗോവിന്ദാസംഗവമാത്തവേണു നാരായണ പ്രാണ ഉദാത്തശക്തിർമധ്യം ദിനേ വിഷ്ണുരരീന്ദ്രപാണി ദേവോപരാഹ്നേ മധുഹോഗ്രധന്വാസായം ത്രിധാമാവധു മാധവോ മാം ദോഷേ ഗിഷീകേശവുദാർത്തരാത്രേ നിശീത ഏകോവധു പത്മനാഭ ശ്രീവത്സധാമാപരരാത്രൈശ പ്രത്യൂഷ ഈശോസിധരോ ജനാർദ്ദന ദാമോദരോ വ്യാതനുസന്ധ്യം പ്രഭാതേ വിശ്വേശ്വരോ ഭഗവാൻ കാലമൂർത്തി ചക്രം യുഗാന്താനലദിഗ്മനേമി ഭ്രമത്സമന്താത് ഭഗവത് പ്രയുക്തം ദന്തക്തിദന്തക്തരിസൈന്യമാശു കക്ഷം യഥാ വാതസഖോഹുദാശ യദേശനി സ്പർശന വിസ്ഫുലിംഗേ നിഷ്പിണ്ഡജിതപ്രിയാസി കൂഷ്മാണ്ഡവൈനായകയക്ഷരക്ഷോ ഭൂതഗ്രകാം ചൂർണയചൂർണയാരീൻ ത്വം യാതുധാനപ്രമദപ്രേതമാതൃപിശാചവിപ്രഗ്രഹഘോരതിഷ്ഠീൻ ദരേന്ദ്രവിദ്രാവയ കൃഷ്ണപൂരിതോ ഭീമസ്വനോരേർഹൃദയാനികമ്പയൻ ത്വം ദിഗ്മദരാസി വരാരിസൈന്യമീശ പ്രയുക്തോ മമ ചിന്തി ചിന്തി ചക്ഷുംഷി ചർമ്മം ചതചന്ദജാതയദ്വിഷാമഗോനാം ഹരപാപചക്ഷുഷാം എന്നോ ഭയം ഗൃഹേഭ്യോ ഭൂർക്കേതുഭ്യോ നൃഭ്യേവ വാ സരീസൃതേഭ്യോ ദംഷ്ട്രിഭ്യോ ഭൂതേഭ്യോംഹോഭ്യേവ വാ സർവാണ്യേതാനി ഭഗവന്നാമരൂപാസ്ത്രകീർത്തനാൻ പ്രയാന്തു സംക്ഷയം സത്യോ ഏന ശ്രേയപ്രദീപക ഗരുഡോ ഭഗവാൻ സ്തോത്രത്തോപച്ഛന്തോമയ പ്രഭു രക്ഷത്വശേഷകൃത്രേഭ്യോ ശക്തേനസ്തുനാമഭി സർവാഭ്യോ ഹരേർനാമരൂപയാനായുധാനിന ബുദ്ധേന്ദ്രിയമനപ്രാണാൻ ബാന്ധു പാർഷദഭൂഷണ യഥാ ഹി ഭഗവാനേവ വസ്തുതഃ സദസച്ച യത് സത്യേനാനേന ന സർവേ ആണ്ടുനാശമുപദ്രവാ യഥൈകാത്മ്യാനുഭാവാനാം വികൽപരഹിത സ്വയം ഭൂഷണായുധലിംഗാഖ്യാദത്തെ ശക്തിസ്വമായയാം തേനേവ സത്യമാനേനർത്തർവജ്ഞോ ഭഗവാൻ ഹരി പാതു സർവേ സ്വരൂപേർണ സദാ സർവത്ര സർവഗാ വിധിച്ചുദിച്ചൂർദ്ധമദത്തമന്ദാദന്തർഭഗിർഭഗവാൻ നാരസിംഹ പ്രകാഭയൻ ലോകഭയം സ്വനേന സ്വതേജസാ കൃത്തസമർത്ഥതേജ